പ്ലീസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. കുറച്ചധികം നാളെ നമ്മൾ കണ്ടിട്ടെന്നറിയാം. ഇത്തിരി തിരക്കിൽ പെട്ടുപോയി, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ പുറകെ തന്നെ വരുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചി ബ്രോഡ്വേയിലോട്ടാണ് ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. കൊച്ചിയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമായിരിക്കും നമ്മുടെ ബ്രോഡ്വേ. ക്രിസ്മസ് ആകുമ്പോഴാണ് കാണാൻ ഏറ്റവും അടിപൊളി. ദേ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങൾ പോയത്. ഈ ഷോപ്പിലോട്ടാണ്. ഞങ്ങൾക്ക് കുറച്ച് ഗ്ലാസ് ജാർസും ഗ്ലാസ് ബോട്ടിൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് ഗ്ലാസ് ബോട്ടിൽസൊക്കെ എടുക്കുന്നത്. അത്യാവശ്യം അടിപൊളിയാണ് ഇവിടുത്തെ ഐറ്റംസൊക്കെ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ആ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഇനി മെയ്ത്ത് ബസാറിന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്തായിരിക്കും എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുമിച്ച് പോയിട്ട് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ ഷോപ്പിംഗ്. ഫസ്റ്റ് ഞങ്ങൾ ഈ കോംപ്ലക്സിൽ കൂടി കയറിയിട്ടാണ് ഞങ്ങൾ മേത്ത ബസാറിന് അങ്ങോട്ട് പോയത്. ഇവിടുത്തെ ഈ ഫസ്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെ ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു. കുറച്ച് ട്രീയിലിടാൻ എപ്പോഴും ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് പുതിയത് വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗോൾഡൻ ആൻഡ് റെഡ് ബോൾസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് അത്യാവശ്യം നല്ല ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം അഫോർഡബിളുമായിരുന്നു. റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടൊക്കെ അവിടെ നിന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ഓരോരോ ഷോപ്സ് ഇങ്ങനെ കയറി അവിടെ യൂണീക്കായിട്ടുള്ള കുറച്ച് പീസസൊക്കെ ഞങ്ങൾ മേടിച്ചു. അതൊക്കെ നമുക്ക് ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്ത ആ ബോൾസിന് തന്നെ വേറെ കടയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് റേറ്റ്സ് ആയിരിക്കും. ഇവിടെ അത്യാവശ്യം അഫോർഡബിൾ ആയിരുന്നു. 100 റുപ്പീസായിരുന്നു ആ ഒരു പാക്കിലുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും 120 150 ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ സോ നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഏത് കടയാണെന്ന് നോക്കി ബാർഗെയിൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. ഇനി അങ്ങോട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. പല ഡെക്കോർ ഐറ്റംസും പല യുണീക്ക് പീസസ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ കളക്ഷൻസൊക്കെ ഓരോന്നായിട്ട് കണ്ട് പോകാം. അത്ര അടിപൊളിയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. ഞങ്ങൾ പോയത് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോരോ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് കണ്ട് പോകാം. ഈ ഷോപ്പിൽ എനിക്ക് യൂണീക്കായിട്ട് തോന്നിയത് ആ സ്നോ ട്രീ ആയിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇനിയപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ലൈറ്റിൻ്റെ ഒക്കെ ബഹളം തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി, ഒരുപാട് അഫോർഡബിൾ റേറ്റ് തുടങ്ങി അങ്ങ് ഒരുപാട് ഹൈ റേഞ്ച് വരെയുള്ള ലൈറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ക്രിസ്മസ് പപ്പാനിയുടെ ഡ്രസ്സ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പല സൈസിലുള്ളതുണ്ടായിരുന്നു. പിന്നെ നമുക്കതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കണ്ടങ്ങ് പോയി. പിന്നെ ഈ വൈറ്റ് ട്രീയും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ഇനിയാണ് ശരിക്കുമുള്ള ക്രിസ്മസിൻ്റെ വൈബ് തുടങ്ങാൻ പോകുന്നത്. അത്രയധികം കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നല്ല രസമുണ്ടല്ലോ ആ സാന്റാക്ലോസിനെയൊക്കെ കാണാനായിട്ട്. ആ സ്നോമാനും നല്ല രസമുണ്ടായിരുന്നു അവരവിടെ ഇരിക്കുന്നത് കാണാനും. ഇപ്പം തന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു വൈബൊക്കെ വന്നു തുടങ്ങി. ഇനി അങ്ങോട്ട് പോകുന്നതോറും സ്റ്റാർസും ലൈറ്റും ഡെക്കോർ ഐറ്റംസൊക്കെ കൊണ്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്ര രസമായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു, പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. അപ്പം നമുക്ക് ഈ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് പോകാം. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്റ്റാർസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു നക്ഷത്രം ഞങ്ങളും മേടിച്ചു. ഈ നമ്മൾ കാണുന്ന ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പുൽക്കൂടുകളാണ്. അതും പല സൈസിലും പല റേഞ്ചിലും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പുൽക്കൂടൊക്കെ കാണാനായിട്ട്. അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ സ്നോൻ്റെ ക്രിസ്മസ് ട്രീയും ഇൻബിൽഡായിട്ട് ലൈറ്റ് കത്തുന്ന ക്രിസ്മസ്
നമ്മളിപ്പോൾ സ്റ്റാർസിൻ്റെ ഷോപ്പിലെത്തി. അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം വൈറ്റ് സ്റ്റാർസ് ആണ്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള വൈറ്റ് സ്റ്റാർ തന്നെ ഞങ്ങൾ മേടിച്ചു. ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഒരുപാട് പേര് ആ സ്റ്റാർ എടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റാർസൊക്കെ മേടിച്ച് വന്നപ്പോഴാണ് ഈ ചേച്ചി ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. ചേച്ചിക്ക് അങ്ങനെ കച്ചവടമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഓർത്തു ആ ചേച്ചിക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ ചേച്ചിയുടെ കടയിൽ കയറി ഞങ്ങൾ കുറച്ച് കുട്ടി സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. കുറച്ച് സ്റ്റാർസും അങ്ങനെ. അപ്പോൾ ദേ ചേച്ചിയുടെ അടുത്ത് നമ്മൾ സ്റ്റാർസൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നമ്മൾ ഒരു ഇച്ചിരിയേ കണ്ടിട്ടുള്ളൂ ബ്രോഡ്വേയിലെ. ഇനിയാണ് നമ്മൾ മെയിൻ സ്ഥലത്തോട്ട് പോകുന്നത്, മേത്ത ബസാറിലോട്ട്. അവിടുത്തെ കാഴ്ചകളെ പറ്റി ഒന്നും പറയാനില്ല. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ദേ വഴിയേ കാണാം. നമ്മൾ ദേ ഇപ്പം ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ കോംപ്ലക്സിൽ നിന്നാണ് പുറത്തിറങ്ങിയേക്കുന്നത്. നമുക്കിനി ഇവിടെ നിന്ന് നമുക്ക് മേത്തർ ബസാറിലോട്ട് പോകാം. നമ്മളിപ്പോൾ മേത്തർ ബസാറിൻ്റെ സൈഡിലോട്ട് എത്തി. മേത്തർ ബസാറിൽ കയറുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ക്രൗഡ് കണ്ടാൽ മനസ്സിലാവും. നല്ല തിരക്കാണ്. ഇനി അങ്ങോട്ട് എങ്ങനെ കയറാൻ പറ്റുമെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഇതേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് കുട്ടി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കച്ചവടക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മേത്തർ ബസാറിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത്ര തിരക്കൊന്നുമില്ല, അങ്ങനെ നടന്ന് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് പോകാമെന്ന്. പക്ഷെ കുറച്ച് അങ്ങോട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നടക്കേണ്ടി വന്നില്ല. ആൾക്കാർ തന്നെ നമ്മളെ കൊണ്ടുപോവുകയായിരുന്നു. അത്ര തിരക്കായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരും, പിന്നെ അതേപോലെ തന്നെ വഴിയരികിൽ നിന്ന് ആൾക്കാർ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കായിരുന്നു. നമ്മളപ്പോൾ സാധനങ്ങളൊക്കെ കുറച്ച് കണ്ട് അങ്ങനെ പോയി. നല്ല തിരക്കായിരുന്നു. കുറച്ച് വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്തോളൂ, കാരണം ഫോൺ പോലും പൊക്കാൻ നമുക്ക് പറ്റത്തില്ല. അത്ര തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ തിരക്കിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ എങ്ങനെയൊക്കെ ഈ കടേൻ്റെ ഉള്ളിൽ കയറി പറ്റി. എന്നിട്ട് കുറച്ച് കുട്ടി ഐറ്റംസ് ഒക്കെ ഞങ്ങൾ മേടിച്ചു. ഞങ്ങൾ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ മേടിച്ചായിരുന്നു. പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾക്ക് ആ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ വീഡിയോൻ്റെ അവസാനം ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കുഞ്ഞു ഐറ്റംസ് ഞങ്ങൾ മേടിച്ചോളൂ. എന്നാലും നമുക്കതൊക്കെ ഒരു ഹാപ്പിനെസ് ആണല്ലോ. നമ്മളിത് എത്തിയിരിക്കുന്നത് CK മാത്യു ആൻഡ് സൺസ് ഷോപ്പിലാണ്. ഈ ഷോപ്പാണ് 2024 ഏറ്റവും വൈറലായിട്ടുള്ള ബ്രോഡ്വേയിലെ നമ്പർ 1 ഷോപ്പ് എന്ന് പറയുന്നത്. അടിപൊളി ഐറ്റംസ് ആയിരുന്നു. ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടും ഭയങ്കര യൂണീക്കായിട്ടും ഇമ്പോർട്ടഡ് ആയിട്ടും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ പോലും നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഒരു വിധത്തിൽ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തു, കാരണം ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു. എനിക്ക് ആകെയുള്ളൊരു സങ്കടം ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തതാണ്. ഒരു രക്ഷയില്ലായിരുന്നു എൻ്റെ അകത്തോട്ട് കയറാൻ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ആ ഷോപ്പ് വിസിറ്റ് ചെയ്യണം.
അപ്പോൾ ദേ ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഞങ്ങളിതേ ബ്രോഡ്വേയിൽ നിന്ന് ഇറങ്ങുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ടയേർഡായി, നല്ല ചൂടുണ്ടായിരുന്നു, അതേപോലെ തന്നെ വിശക്കാനും തുടങ്ങി. അപ്പം ഞങ്ങളിതേ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തൊക്കെ മേടിച്ചതെന്നുള്ളത് നോക്കിയിരിക്കുകയാണല്ലേ. അതെന്തായാലും ഞാൻ വേറൊരു റീലായിട്ട് ചെയ്യാം. ഇപ്പം അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. കുറച്ച് ഐറ്റംസ് ഉള്ളൂ, എന്നാൽ അത് കാണാനായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് അറിയാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ.